സങ്കീർത്തനം 116, സാംസ് 116. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ട് എഴുതിയൊരു സങ്കീർത്തനമായിട്ടാണ് നമ്മളിത് കാണുന്നത്. ദൈവം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളപ്പച്ചന് ഉത്തരം തരും. അത് ഏത് സാഹചര്യമാണ് നിങ്ങൾ ഗോയിങ് ത്രൂ, ഗോഡ് നോസ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും നാൾ എൻ്റെ വചനം കേട്ടിട്ടുള്ളത്, ഞാൻ പറഞ്ഞിരുന്ന വചനം കേട്ടിട്ടുള്ള കുടുംബങ്ങളിൽ തീർത്തും ഐശ്വര്യം കടന്നു വരും. നിരന്തരം വചനം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർക്ക് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാതെ പോകത്തില്ല. അവൻ വെറും കൈയായിട്ട് വരത്തില്ല, നിശ്ചയമാണ്. അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി പുതിയൊരു വരം കൂടെ അയച്ചുകൊണ്ടാണ് ഈ വചനം അയക്കുന്നത്. 116 സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ കൾട്ടിവേറ്റ് എ സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഒരു നന്ദിയുള്ള ഹൃദയം ഉണ്ടാക്കിയെടുക്കണം. ദൈവം എന്നും നന്മ ചെയ്യുന്നുണ്ട്. രാവിലെ സൂര്യപ്രകാശം തന്നു, നമുക്കുള്ള നമുക്കുള്ള വെള്ളം തന്നു, ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, താമസിക്കാൻ ഒരു വീട് തന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ ഏതെങ്കിലും വിഷയം കിട്ടാതെ കിടപ്പുണ്ടോ അതിലോർത്ത് നമ്മൾ ദൈവത്തോട് കംപ്ലൈൻറ്റ് പറയും. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇന്ന് 116 അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. 116 ഇങ്ങനെയാണ് തുടങ്ങുന്നത്: യഹോവയെ സ്തുതിപ്പീൻ, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടെന്ന് ഉറപ്പായിട്ട് പറയുന്നുണ്ടോ? അതൊരു വലിയ സന്തോഷമല്ലേ? നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പ്. ചിലരോട് എനിക്ക് വലിയ കഷ്ടത്തിൽ കൂടെ പറയുമ്പോൾ ഞാൻ പറയും, പ്രാർത്ഥിക്കാറുണ്ടോ? പിന്നെ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം സംസാരിക്കാറുണ്ട്. എന്തോ സംസാരിച്ച് ദൈവം പല വാഗ്ദത്വം കൊടുത്തു, പക്ഷേ അവരുടെ തലയിൽ കയറിയിട്ടില്ല. കാരണം ഈ പ്രശ്നം ഇങ്ങനെ മല പോലെ അങ്ങ് നിൽക്കുമ്പോൾ ദൈവം പറയും നമുക്ക് കേൾക്കാനൊക്കുന്നില്ല. അപ്പോൾ ഈ വചനത്തിൻ്റെ ഉദ്ദേശം കഷ്ടവും പ്രയാസമൊക്കെ ഉണ്ടെന്നേ, അതിൻ്റെ നെടും തൂണായിട്ട് അവൻ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് കൾട്ടിവേറ്റ് എ സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ള ഹൃദയം ഉണ്ടാക്കാനായിട്ട് 116 ആഹ്വാനം ചെയ്യുന്നു. ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് യാചനയ്ക്ക് ഉത്തരം തന്നു, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. നമ്മൾ 88 പറഞ്ഞു ഇതൊന്നും കിട്ടാഞ്ഞിട്ട്, സങ്കീർത്തനം 88, എൻ്റെ ചുറ്റും ഇരുട്ടാണ്, എങ്കിലും ഞാൻ യഹോവേ നീയാണ് എൻ്റെ രക്ഷയെന്ന് വന്നു. ഇവിടെ 116 നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തന്നതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പം ഞാൻ അയക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പം അവിടെയാണ് നമ്മുടെ ജീവൻ്റെ ഉറവ്. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നത് കണ്ടില്ലേ? ഈ 2 ദിനവൃത്താന്തം 14-11 ഒരു വാക്യമുണ്ട്. ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആസ യുദ്ധത്തിൽ ജയിച്ചു ധാരാളം കൊള്ളയെടുക്കാനിടയായി. ആസായ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നപ്പോൾ ആസ പ്രാർത്ഥിക്കുന്നുണ്ട്, ബലഹീനനും ബലവാനും ബലഹീനനും തമ്മിൽ യുദ്ധം വരികയാണെങ്കിൽ ബലഹീനനെ സഹായിക്കേണ്ട ചുമതല നിൻ്റെ അല്ലേന്ന്. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. ദാനിയേലിന് അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന അയക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ യാചന ഞാൻ അയക്കുമ്പോഴേ നീ ചെവി ചായ്ച്ച് കേട്ടുവല്ലോ എന്ന്. ഇതൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം ചെയ്ത നന്മകളെ അനുഭവിച്ചവരെഴുതുകയാണ്. ഞാനൊരു പ്രാർത്ഥന അയക്കുമ്പോഴേ നീ എനിക്ക് ഉത്തരം തരുന്നു. ദാനിയേലിൻ്റെ 9:18 വാക്യം: എൻ്റെ ദൈവമേ, ചെവി ചായിച്ച് കേൾക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. നീ ഒന്ന് നോക്കണമേ. ദൈവം ഒന്ന് നോക്കിയാൽ മതി. ചോദിക്കുക, ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല, നിൻ്റെ മഹാകരുണയിലത്രേ. ദാറ്റ്സ് കോൾഡ് ഡിവൈൻ ഗ്രേസ്. മഹാകരുണയിലത്രേ ആശ്രയിച്ച് നടക്കുന്നത്. അത് നിർബന്ധമാണ് ദൈവത്തിന്. നമ്മുടെ സ്വയകഴിവുകൊണ്ട് ഈ വലിയ സ്നേഹവും വലിയ നീതിയും വലിയ വിശുദ്ധിയുമുള്ള ദൈവത്തിനടുക്ക് നമുക്ക് കയറി ചെല്ലാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുകയാണ്, യു കം ടു മീ ക്ലെയിമിങ് ദ ഗുഡ്നെസ് ഓഫ് മീ. അതാണ് ദാനിയേൽ ചെയ്തത്. അതാണ് ദൈവത്തെ അടുത്ത് കഴിയുമ്പോൾ നമ്മളങ്ങ് മരിക്കും. ഞാൻ എൻ്റെ പ്രേയർ ഗ്രൂപ്പിലുള്ള ആളുകളോട് പറയും, 6 അടി മണ്ണിനകത്ത് നിങ്ങളെ കുഴിച്ചിട്ടോ എന്ന് ഞാൻ ചോദിക്കും. എപ്പോഴും ഞാൻ ചോദിക്കും, 6 അടി മണ്ണിനകത്ത് നമ്മളെ കുഴിച്ചിട്ടോ? ഞങ്ങൾ ഓർപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓർപ്പിക്കും.
ഞാൻ എൻ്റെ പ്രശംസ നിങ്ങളുടെ പ്രശംസ ഒന്നും അല്ല. ഇവിടെ 6 അടി മണ്ണിനടി കുഴിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണോ ഇപ്പം പ്രാർത്ഥിക്കുന്നത് ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് പ്രാർത്ഥന അയക്കേണ്ടത്. ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല, നിൻ്റെ മഹാകരുണയിലത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിൻ്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതിനാൽ എനിക്ക് ഉത്തരം കിട്ടും. ദാനിയേലിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ സിംഹക്കുഴിയിലിടുന്നതിന് മുമ്പ് ദാനിയേലിന് പേടിയൊന്നുമില്ലായിരുന്നു. രാജാവ് എന്നെ എഡിക്റ്റ് ഉണ്ടാക്കിയാലും ദാനിയേൽ പഴയ പോലെ തന്നെ ജനൽ തുറന്നിരുന്ന് യെരുശലേമിൻ്റെ സൈഡിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ശക്തനായ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടിയ വിശുദ്ധന്മാർ പറയുന്നു, അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, അതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ നമുക്ക് പറയാൻ ഒക്കുമോ? ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എൻ്റെ ആവശ്യം നടത്തിത്തരും. അത് പറയാൻ തക്കവണ്ണം ഉയരണമെന്ന് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുക. ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോവുക. അങ്ങനെ യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ നിന്നെ, അവൻ തൻ്റെ ചെവി എങ്കലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. ഒരാൾ ചെവി ചായ്ച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ സ്റ്റൂപ്പിംഗ് ഡൗൺ ടു ദ ലോവസ്റ്റ് ലെവൽ ഇല്ലേ? നമ്മൾ ഏത് ലെവലിലോട്ട് അവൻ ഇറങ്ങി വരികയാണ്. ഒരാൾ പറഞ്ഞ പോലെ ഈ ആദത്തിനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന് ഈ ഏദൻ തോട്ടത്തിൽ കിടക്കുന്ന ഈ പ്രതിമ പോലെ കിടക്കുന്നതിന്മേൽ ജീവശ്വാസം ഊതണമെങ്കിൽ മനുഷ്യൻ്റെ ലെവലിലോട്ട് എത്തിയില്ലേ? അതല്ലേ ദൈവം എന്നും കാണിക്കുന്നത്. ദൈവം നമ്മളോട് കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്രമാത്രം സ്റ്റൂപ്പിംഗ് ഡൗൺ ടു ദ ലോവസ്റ്റ് ലെവൽ ടു റേസ് അപ്പ് ടു ദി ലെവൽ ഓഫ് ഗോഡ്. ഹി ഈസ് റേസിങ് us അപ്പ്. അത് ദൈവശക്തിയിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ നോക്കും. എത്ര പ്രാവശ്യം കാല് തെറ്റി വീഴേണ്ട സമയത്ത് നമ്മളെ ദൈവം സൂക്ഷിച്ചിട്ടില്ലേ? കർത്താവ് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നില്ല. അത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ 8-ാം വാക്യത്തിൽ, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് എത്ര പ്രാവശ്യം, നീ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പറയാനാണ് ഒത്തിരി ഉണ്ട് കർത്താവേ. കണ്ണുനീരിൽ നിന്ന് എന്നെ നീ രക്ഷിച്ചു, ഞാൻ വീഴാതെ നീ എന്നെ ജീവിച്ചു, എൻ്റെ പ്രാണനെ നീ രക്ഷിക്കുന്ന ദൈവം. അത് ദൈവത്തോട് അടുത്തിരിക്കുന്നവർ. ഈ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്യുന്നത്, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവ വിശ്വാസികൾ പ്രാർത്ഥിച്ച് കിട്ടിക്കഴിയുമ്പോൾ, എന്നോട് ഒരു കൂട്ടുകാരി അടുത്ത ദിവസം പറഞ്ഞു, അല്ലെ കിട്ടിക്കഴിഞ്ഞപ്പം അതല്ലേലും നടക്കുമായിരുന്നു എന്നൊരു ചിന്ത കയറി വരും. അവിടെയാണ് പിശാചിൻ്റെ ട്രിക്ക്. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. ദൈവം നിയോഗിച്ചല്ല ഒന്നും നടക്കത്തില്ല. നന്മ വരണമെങ്കിൽ ദൈവം അനുവദിക്കണം. നന്മയുടെ ഉറവിടം ദൈവമാണ്, നിലനിൽക്കുന്ന നന്മ. ഫ്ലിക്കറിങ് ലൈറ്റ്സ് അല്ല ഞാനീ പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, കടന്ന് അവൻ്റെ അടുക്ക വന്ന് സ്തുതിക്കുക, അവനോട് നന്ദിയുള്ളവരായി. അതുകൊണ്ട് മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. നമുക്ക് കഷ്ടം, ഈ മരണപാശങ്ങൾ നമ്മളെ ചുറ്റി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 91 പറയുന്നത്, നമ്മൾ 98 പറയുന്നത് അത്യുന്നതൻ്റെ മറവിലോട്ട് കൊണ്ട് ഞങ്ങളെ നിർത്തണം. രാത്രിയിലുള്ള ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിലുള്ള മഹാമാരി, ഉച്ചയ്ക്കുള്ള അസ്ത്രങ്ങൾ, പകൽ ഇതെല്ലാത്തിൽ നിന്നും നമ്മളെ ദിനം പ്രതി ഈ ശത്രു ഒക്കുമെങ്കിൽ ദൈവമക്കളെ ഏത് നിമിഷവും വേട്ടയാടും. പക്ഷെ അവിടുന്നെല്ലാം രക്ഷിക്കുന്ന ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് ദിനം പ്രതി രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നുകൂടെ ആ ഭാഗം വായിക്കാൻ, രാത്രിയിലെ ഭയം കൊണ്ട് മരിച്ചു ആ മനുഷ്യൻ. പകൽ അസ്ത്രം പറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില റോഡിക്കടി കൂടെ പോകുമ്പോൾ, റോഡിലൊക്കെ പോകുമ്പോൾ ചില വളവിൽ എന്നും ഒരു ആക്സിഡൻറ്റ് പറ്റും. അവിടെ രക്തം ഒന്ന് വീഴാതെ ഒക്കത്തില്ല. എന്നതാണ് അതിൻ്റെ രഹസ്യം? അതൊരു ശപിക്കപ്പെട്ട സ്ഥലം. ആരെങ്കിലും അത് പ്രാർത്ഥിച്ചായിരിക്കും. ഞങ്ങളുടെ വീട്, എൻ്റെ ഭവനം, സ്വന്തം ഭവനത്തിൽ ഒരു അതായത് ഒരു വളവിൻ്റെ സ്ഥലത്താണ് എൻ്റെ വീടിരിക്കുന്നത്. എപ്പോഴും ഇവിടെ വളവുള്ളതുകൊണ്ട് ആക്സിഡൻറ്റ് വരും. പക്ഷേ എൻ്റെ അമ്മ പറയും, ഇതെന്ത് ഇവിടെ എപ്പോഴും ആക്സിഡൻറ്റ്. അമ്മ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു ആപത്തും അവിടെ വരുത്തിയിട്ടില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാളോടൊപ്പം ദൈവം അത് ഇറങ്ങി വരും. കർത്താവ് പറയാണ്, രാത്രിയിലുള്ള ഭയത്തെയും
പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും, നമ്മൾ ഉദ്ദേശിക്കാത്ത മഹാമാരി വന്ന് നമ്മളെ കൊണ്ടുപോകും. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും. മരണപാശങ്ങൾ ഏത് സമയത്തും കടന്നു വരും. പക്ഷെ ഏത് സമയത്തും രാത്രിയും പകലും ഒരുപോലെ ഉറങ്ങാതെ ഉറക്കം തൂങ്ങാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് ഞാൻ നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് ഞാൻ ദൈവത്തിൻ്റെ നന്മ എപ്പോഴാണ് ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്? ജീവനുള്ളവരുടെ കാലത്ത് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ വിളിച്ചു പറയുക. ദൈവം നമ്മളിൽ സന്തോഷിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഞാൻ നോട്ട് ചെയ്യുന്നത്. പല കാര്യങ്ങളും ദൈവം ക്ഷമിക്കും, പാപം ചെയ്യുന്നത് പോലും ദൈവം, പക്ഷെ ഇൻഗ്രാറ്റിറ്റ്യൂഡ്, ചെയ്തതിന് നന്ദിയില്ലാത്തൊരു സ്വഭാവം. അത് ശരിയല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മൾ ദൈവത്തോട്, ഞാൻ കഴിഞ്ഞത് ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തോട് ചിലപ്പോൾ മഴയും ഒരേപോലെ ചൂട് ഒരേപോലെ വന്ന് ഞാനൊരു ദിവസം കർത്താവിനോട്, കർത്താവെ ദേഷ്യപ്പെടരുത്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കർത്താവെ, അല്ല ഇച്ചിരി മുമ്പ് വലിയ ചൂട്, അന്നേരം ഞങ്ങളല്ലേ ചൂട് വഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നീ മഴ തരാൻ പറഞ്ഞു, വെള്ളം ഇപ്പോൾ സഹിക്കാൻ വയ്യാത്ത വെള്ളം. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു കർത്താവിനോട്, അല്ല ഈ ചൂടും ഈ മഴയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി ഒരു ബാലൻസായിട്ട് തന്നാൽ എന്ത് സുഖമായിരിക്കും, അതെന്താ അപ്പച്ചൻ ചെയ്യാതെ? ഒന്നും മിണ്ടിയില്ല. കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ബിക്കോസ് എനിക്ക് ഇന്ന സ്പിരിറ്റ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഒന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ ഒരു ചോദ്യം, ഒന്നും തോന്നല്ല, ഞാൻ ചോദിക്കുക, എനിക്ക് വാശിയല്ലോ ദേഷ്യമല്ലോ ഒന്നുമില്ല, ചുമ്മാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എന്നെ ഞാൻ പറഞ്ഞു, അല്ല അപ്പോൾ സൃഷ്ടിച്ചപ്പോൾ ഇവിടെ വല്ല കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ? അല്ല ഈ ഇത്ര ചൂട് ഒരു സൈഡിലും ഇങ്ങപ്പുറത്ത് ഇത്ര വെള്ളവും കൂടെ വന്നാൽ മനുഷ്യനെങ്ങനെ ജീവിക്കാം? അപ്പോൾ എന്തൊരു പാടാണ് ഇവിടെ ജീവിക്കാനെന്ന് പറഞ്ഞു. അന്നേരവും കർത്താവ് ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഒരു കാര്യം നടന്നു എൻ്റെ ജീവിതത്തിൽ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നതിന് വളരെ വിനയപ്പെട്ട് തന്നെ ചോദിച്ചാൽ, എൻ്റെ ഒരു സംശയം ചോദിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വാശിയോ സ്നേഹമോ ഒന്നും ആയിട്ടല്ല, ഞാനങ്ങ് ചോദിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അന്നേരം തൊട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ചൂടും മഴയും കറക്റ്റായിട്ട് എൻ്റെ വീടിൻ്റെ സ്ഥലത്ത് തരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, യു ഹേർഡ് ഇറ്റ് ഇല്ലേ? ഞാൻ അങ്ങനെ തന്നെ കർത്താവിനോട്, ഈ ആത്മാവിനോട് സംസാരിക്കുന്നത്, അപ്പച്ചനത് കേട്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുകയാണ്, അല്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പം, ആദത്തിനെ അവയെ സൃഷ്ടിച്ചപ്പം അന്ന് മഴയില്ലായിരുന്നു. അന്ന് ഏദൻ തോട്ടത്തിൽ AC-യുടെ ഇഫക്റ്റാണ്. അവിടെ എല്ലാ അനുഗ്രഹം ഉണ്ടായിരുന്നു. തോട്ടം മനോഹരമാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ മണ്ണിൽ നിന്ന് അല്ലെ പൂഴിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. അങ്ങനെ സൃഷ്ടിച്ച ദൈവം, ഞാൻ ആ ദൈവത്തോട് ചോദിക്കുകയാണ്, അല്ല ഈ ഇച്ചിരി വലിയ സൂര്യൻ്റെ ഈ പ്രകാശവും ഈ തീയുടെ ചൂടും അല്ല ഇത്ര വലിയ വെള്ളം വയ്ക്കുന്ന മഴയുടെ ആവശ്യവും ഉണ്ടോ? അത് കുറച്ചൊന്ന് ബാലൻസ്ഡായിട്ട് അപ്പച്ചൻ്റെ സൃഷ്ടിയിലുള്ള പ്രയാസമാണോ? നല്ല സൃഷ്ടി നല്ലതായിരുന്നു, നമ്മളത് നശിപ്പിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചു, കർത്താവ് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് തൊട്ട് എനിക്കവിടെ ആവശ്യത്തിനുള്ള വെയിൽ ദൈവം തരാൻ തുടങ്ങി. എനിക്ക് പല കാര്യങ്ങൾ, തുണിയെല്ലാം നനച്ച് പുറത്തിടാൻ, പിന്നെ ഒന്ന് ചെടിക്കടയ്ക്കൊന്ന് പോയി നോക്കാൻ, ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ ചെയ്തെടുത്തു. കേൾക്കുന്നവർക്കിത് ചെറുതായിട്ട് തോന്നിക്കും, പക്ഷേ യു ക്യാൻ സ്പീക്ക് ടു ഗോഡ് ഇൻ സ്പിരിറ്റ്. നമുക്ക് ചോദിക്കാം, അപ്പനോട് മക്കൾ ചോദിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കണക്ഷൻ. അത് കണക്ട് ചെയ്യുന്നവർക്കറിയാം. അത് എങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് വി ക്യാൻ ഡൂ ദാറ്റ്. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്. അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്, ആ സ്നേഹത്തിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ സാധനം. ജെസ്സി ഡ്യൂപ്ലാന്റിസ് ഒരു ദിവസം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ ഇതുപോലെ എൻ്റെ കൂടെ സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഒരു ദിവസം കർത്താവിൻ്റെ മുഖം ഒത്തിരി മ്ലാനമായിട്ട്, ഇത് ആത്മാവ് കൊണ്ട് കാണുന്നതാണ്. അപ്പം ജെസ്സി ഡ്യൂപ്ലാന്റിസ് ചോദിച്ചു, അല്ല ഇന്നെന്താ മുഖം ഇത്ര വാടിയിരിക്കുന്നത്? പിന്നെ ദൈവം ഒരുത്തരുടെയും കുറ്റം പറയത്തില്ല, കർത്താവ് സ്നേഹമല്ലേ, എന്താ മുഖം വാടിയിരിക്കുന്നത്? പക്ഷെ അന്നേരം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ജെസ്സി ഡ്യൂപ്ലാന്റിസ് പറഞ്ഞു, ശരി, ഇന്ന് ദിവസം ഞാൻ എൻ്റെ ഒരു ജോലിക്കും പോകുന്നില്ല, ഞാനിവിടെ അപ്പച്ചൻ്റെ കാൽപ്പാത്തിലിരുന്ന് ഹൗ വണ്ടർഫുൾ യു ആർ, നീ എത്ര നല്ലവനാണ്, നീ എനിക്ക് എന്തെല്ലാം നന്മ ചെയ്തു, എന്നെ എങ്ങനെ ചെളിക്കകത്തൊന്ന് പൊക്കിയെടുത്ത് എന്നെ രക്ഷിച്ച്, ഞാൻ നിൻ്റെ വചനം, ജീവൻ്റെ വചനം കൊണ്ട് നടക്കുന്നതാണ്, ഇതിൽ കൂടുതൽ എന്നാ ഭാഗ്യം, എന്നെ നോക്കിക്കുക, ഞാൻ പഴയ ആളാണോ, എന്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ചിരിക്കാൻ തുടങ്ങി, ചോദിച്ചു, യു മെയ്ഡ് മൈ ഡേ എന്ന് പറഞ്ഞു. അല്ല, അതിന് മുമ്പിലൊരു ചോദ്യം കൂടെ ചോദിച്ചു. അന്നേരം ചോദിച്ചു, എന്താ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ യേശു ഒന്നും പറയുന്നില്ല.
അണ്ണേ ജെസ്സി വീണ്ടും ചോദിച്ചു, അല്ലെ അപ്പച്ചനെ സ്നേഹിക്കുന്ന ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞോ എന്ന്. അപ്പച്ചൻ ഒന്നും വേണ്ടിയില്ല. ദാറ്റ്സ് ദ റീസൺ, ദാറ്റ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ദൈവം ചെയ്ത നന്മയ്ക്കൊരു നന്ദി പറയുന്ന ഹൃദയം ഇല്ലാത്തപ്പോഴാണ് ഏറ്റവും ഹേർട്ട് ചെയ്യുന്നത്. ക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ദൈവമേ, നന്ദിയുള്ളൊരു ഹൃദയം എനിക്ക് ഇട്ടു തരണം. അത് ദൈവം ചെയ്തു തരണം. ചോദിക്കണം. ദാഹിക്കുന്നവന് മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ, അല്ലാത്തതിന് വെള്ളം കൊടുത്തന്നെ. അതായത് ഒത്തിരി സമ്പത്തിലിരിക്കുന്നതിന് നമ്മൾ കുറച്ച് സാധനം കൊണ്ട് കൊടുത്ത് ആ പ്രസൻറ്റ് അവരെടുത്ത് വലിച്ചെറി. ഇറ്റ് ഡസൻ കെയർ. ബട്ട് നിവൃത്തിയില്ലാത്തവന് നമ്മുടെ ഒരു സാധനം കൊണ്ട് കൊടുക്കുക, അവനത് പൊന്നുപോലെ സൂക്ഷിക്കും. അവൻ്റെ ഹൃദയത്തിൽ നന്ദിയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്ക്. ടു ക്രിയേറ്റ് എ താങ്ക്ഫുൾ ഹാർട്ട് വി നീഡ് ടു ബി നിയർ ഹിം. അപ്പോൾ നമ്മൾ കണ്ടേ പിതാവേ പുത്രനെ പരിശുദ്ധ, അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പിതാവാം ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പുത്രൻ വന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരമ്മയ്ക്ക് ഒരു നല്ല മകന് ഉണ്ട്, അവനെ കുറച്ച് കഴിയുമ്പോൾ അവനങ്ങ് ചീത്തയായെന്ന് വിചാരിക്കുക. പക്ഷേ ഈ മകനോടുള്ള സ്നേഹം ഒരിക്കലും മാറുന്നില്ല. അവൻ്റെ പ്രവൃത്തി ഇഷ്ടമല്ല, പക്ഷേ ഈ സ്നേഹം, കാരണം ഷീ ഈസ് എ പാർട്ട് ഓഫ് ഹെർസെൽഫ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരിൽ അങ്ങനെയല്ല, വേറെ സ്നേഹമാണ്. ഈ സ്നേഹം പിതാവിൽ നിന്ന് തന്നെ കടന്നു വന്ന പുത്രനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എങ്കിൽ ക്രിസ്തുവിനെ കാണുമ്പം പിതാവിനെയും കാണുന്നു. പിതാവും ക്രിസ്തുവും നമ്മളെ വരുമ്പോൾ പരിശുദ്ധാത്മ, അവർ 3 പേരും നമ്മളിൽ വരുമ്പോൾ ആ ബാലൻസ് വരും. നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകും. അന്നേരമാണ് സത്യത്തിൽ നമ്മൾ നോർമലായിട്ട് ജീവിക്കുന്നത്, ബാലൻസ്ഡ് ലൈഫ്. ഒരു നേരത്തെ അങ്ങേയറ്റത്തെ ദേഷ്യം, അങ്ങേയറ്റത്തെ സ്നേഹം, കുറച്ച് കഴിയുമ്പം വലിയ ചൂട്, കുറച്ച് കഴിയുമ്പോൾ അങ്ങേപ്പുറത്തെ തണുപ്പ്, കുറച്ച് കഴിയുമ്പം മിണ്ടാതിരിക്കും, കുറച്ച് കഴിയുമ്പോൾ തോരാത്ത വർത്തമാനം. തോന്നുന്നില്ല ഇതൊക്കെ നമുക്കും ഉണ്ടെന്ന്? എ ബാലൻസ്ഡ് ലൈഫ്. പിതാപുത്ര പരിശുദ്ധാത്മ അവർ തമ്മിൽ അന്യോന്യം ഡിസ്കസ് ചെയ്തിട്ടാണ് ഭൂമിയിലുള്ള സകലതും സൃഷ്ടിച്ചതെങ്കിൽ നമ്മളും കുടുംബത്തിൽ അത് തന്നെ പ്രാപിച്ചെടുക്കണം. നന്ദിയുള്ള ഹൃദയം ആദ്യം ഉണ്ടാക്കണം. അങ്ങനെയാണ് ഈ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നതിന്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് നന്ദി കൊടുക്കുകയാണ്. നന്ദി, കൃപ, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ 116 നമ്മുടെ അന്തരാത്മാവിനോട് സംസാരിക്കുകയാണ്. മനമേ, നീ നല്ല ആശ്വസിപ്പിക്കുന്ന ദൈവം, എൻ്റെ മനമേ സ്വസ്ഥമായിരിക്കെ. അതാണ് പറയുന്നത് ആ വാക്യം. എൻ്റെ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. എല്ലാം ചെയ്തില്ലേ അപ്പച്ചൻ? നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ. അതാ നീ നല്ലവനാണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടും അതൊന്ന് വെർബലൈസ് ചെയ്ത് പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. പലപ്പോഴും ഒരു നന്മ അനുഭവിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ അതല്ലേലും നടക്കുമായിരുന്നു, അങ്ങനെയൊന്നും പറയാൻ ഞങ്ങളെ കൊണ്ട് അനുവദിക്കല്ലേ. നന്ദിയുള്ള ഹൃദയം. ക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട്, എ താങ്ക്ഫുൾ ഹാർട്ട്, എ ഹാർട്ട് ഫുൾ ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് ലവ് ടുവേർഡ്സ് യു. ജീവനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് സ്നേഹിക്കാൻ ഒരു പ്രത്യേക കൃപയിട്ട് തരണം. അവിടുത്തെ ആ മുഖപ്രകാശം ഞങ്ങളുടെ മേലിട്ട് തരണം. നാഥൻ അത് ചെയ്യുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പിശാച്. ഞങ്ങൾ എത്രയെല്ലാം മരണപാശങ്ങൾ, എത്രയോ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും വെള്ളം പോലെ നിന്നപ്പോഴും ശാശ്വത ഭുജം കൊണ്ട് ഞങ്ങളെ സൂക്ഷിച്ച് എൻ്റെ ചിറകിൻ്റെ കീഴിൽ കൊണ്ടു നടന്ന് ഇതുവരെ എത്തിച്ച സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് വരെയും കാത്തു സൂക്ഷിച്ച ദൈവം ഇനിയുമുള്ള കാര്യങ്ങളിലും നീ നടത്തും. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം ഇന്നും മാറിയിട്ടില്ല. ആ ദൈവത്തെ തന്നെയാണ് ഞങ്ങൾ വിളിച്ചു വരുത്തുന്നത്. അവിടെ ഞങ്ങളുടെ കൂടെ വന്നു നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ അടുത്ത തലമുറയെക്കുറിച്ച് ഞങ്ങളെക്കാട്ടിലും കരുതുന്നവൻ നീയാണെന്ന് മനസ്സിലാക്കി ചേർന്ന് നന്ദി പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് അവരെക്കുറിച്ച് ഓർത്ത് ഒത്തിരി വിഷമിക്കുന്ന ആ പാപ സ്വഭാവത്തിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അവരെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തന്നിട്ട് തക്ക സമയത്ത് നിൻ്റെ ശബ്ദം കേൾപ്പിച്ച് നിൻ്റെ പ്രകാശം അവരുടെ മേലയച്ച്, അവരുടെ വെളിച്ചമയച്ച്, ആത്മീക വെളിച്ചം അയച്ച് അവരെ ആത്മീക മക്കളാക്കി മാറ്റുമ്പോൾ പഴയതിലും തേജസ്സോടെ നക്ഷത്രത്തെ പോലെ
7 പകലുള്ള സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി അവരുടെ പ്രകാശത്തോടു കൂടി ജീവിക്കാൻ അവരെ പഠിപ്പിക്കണമേ. നാഥനത് ചെയ്യുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.